അതെന്താ സംഭവം എന്നറിയോ? വായിക്കി നോക്കട്ടെ. ദോഡപ്പേട്ട ടീ ഫാക്ടറി ഇങ്ങനെ കയ്യിലൊരു ബാൻഡൊക്കെ തരും. ബാ നമുക്ക് നോക്കാം. ഹേയോ ബഡീസ്, അപ്പം നമ്മൾ ദൊഡബേട്ട പീക്ക് പോയിന്റ് എന്ന് നമ്മൾ തിരിച്ച് ആ ചുരം ഇറങ്ങി വന്നു കേട്ടോ. അപ്പം വന്ന സമയത്ത് ആ സൈഡിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല ഒരു ടീ എസ്റ്റേറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ എന്നാൽ അവിടെ കയറാം. ഇത് വലുതെന്നല്ല കേട്ടോ, ഒരു ചെറിയൊരു ടീ എസ്റ്റേറ്റ് ആണ്. സംഭവം ഒന്നുമില്ല, അവിടെ പോവാ, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ്, അത്രമാത്രം. അപ്പം നിങ്ങൾക്ക് എൻട്രി ഫീസ് ഉണ്ട്, 20 രൂപയാണ് ഒരാൾക്ക് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ പോയിട്ട് നമ്മൾ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ക്ലൈമറ്റ് ആണെങ്കിലും ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതാണ് എന്ത് പ്രോസസ് വേ? അതെന്താ അതെന്താ സംഭവം എന്നറിയോ? വായിക്കി നോക്കട്ടെ. ദോഡപ്പേട്ട ടീ ഫാക്ടറി ഇങ്ങനെ കയ്യിലൊരു ബാൻഡൊക്കെ തരും. ബാ നമുക്ക് നോക്കാം. അപ്പം ഗായ്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ടീ ഫാക്ടറി. നല്ല തിരക്ക്, ആ സമയത്ത് നല്ല തിരക്കുള്ളത് കാരണം എല്ലാം അവിടെ നല്ല തിരക്ക് തന്നെയായിരുന്നു. നമ്മളിങ്ങനെ സിഗ്സാഗ് പോയിട്ട് ക്യാഷാണ് കൊടുക്കേണ്ടത്. ഒരാൾക്ക് 20 രൂപ ആയിട്ടാണ് എൻട്രി ഫീസ് ഉള്ളത്. അപ്പം ഇവിടെ നമുക്ക് ലൈവായിട്ട് ചായ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അതായത് റോ മെറ്റീരിയൽ ടു നമ്മുടെ ആ എൻഡ് പ്രൊഡക്റ്റ് ചായപ്പൊടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഒരു മാർക്കറ്റിലോട്ടായിരിക്കും. അതായത് ഇവിടെ ഉണ്ടാക്കിയ പ്രോഡക്ട്സ് അവരവിടെ സെയിൽ ചെയ്യും. അപ്പോൾ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ക്യാഷും കാര്യങ്ങളൊക്കെ ആ സ്ഥലത്ത് തന്നെയാണ്. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മുടെ ഈ കയ്യിലുള്ള ബാൻഡിൻ്റെ ഒരു ബാർകോഡ് ഉണ്ട്. ആ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് അവർ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇതാക്കുക. അപ്പം നിങ്ങൾ ഓരോ സ്ഥലത്തു നിന്ന് സാധനങ്ങൾ, ഇപ്പോൾ അവിടെ ചോക്ലേറ്റ് ഉണ്ടാവും, ചായ ഇതാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ 1-2 പേരായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരുടെ കാണിക്കണം കേട്ടോ. കാരണം ഒരേ ആൾക്കാരുടെ ആണെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അങ്ങനെ കിട്ടില്ല. സോ അത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റും. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ടാണ് കേട്ടോ, നമുക്ക് ഇങ്ങനെ ചായ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും. അത് ഫ്രീ ആണ് ഇവിടുന്ന്. സത്യം പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരേണ്ടത് ഞാനായിരുന്നു, എൻ്റെ അമ്മ അനിയനായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അവരാണ് ഈ പ്രാന്താണ്. ഒരു ദിവസം 4-5 ചായ 2 പേർക്ക് വേണം. ഇപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചായ കുടിക്കുമ്പോൾ ഇതുപോലത്തെ ചായപ്പൊടിയല്ലേ നമ്മൾ സാധാരണ കടയിലൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഞാൻ പറയും എന്തിനാണ് ഇങ്ങനെ എത്രയും കുടിക്കണ്ട. അപ്പോൾ അവരും ഹെൽത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താ പറയുക, അമ്മ തല പൊട്ടിടും, എനിക്ക് ഭ്രാന്ത് വരും, അത്ര അഡിക്റ്റാണ് അവർ. അങ്ങനെ നമ്മളത് ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞൊരു മാർക്കറ്റ് കേട്ടോ. അതായത് ഇവിടെ നമുക്ക് നേരത്തെ കാണിച്ചു തന്നില്ലേ ആ പ്രോസസ്സിൽ ഉണ്ടാക്കിയ ചായപ്പൊടികൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ പ്രോഡക്റ്റാണ്. അപ്പം അങ്ങനെ നമുക്ക് കുറേ വെറൈറ്റി ഞാൻ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഉള്ളിൽ നിന്ന് കുടിക്കാൻ തരുന്നത് കാർഡമം ടീ ആണ് കേട്ടോ. അപ്പം ഞാൻ അതന്നെ വാങ്ങിച്ചു. എൻ്റെ വീട്ടിൽ എന്തായാലും 2 പേര് ചായ പ്രേമികളുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും 2 കിലോ വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഞാൻ 2 കിലോ പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചത്. നെക്സ്റ്റ് നിങ്ങൾ കാണുന്ന സൈഡിലുണ്ടോ അവിടെ അങ്ങനെ കുറേ ഓയിൽസ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച്
കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ. അതായത് മൊത്തം ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് പോലെ ഒരു സംഭവം തന്നെയാണ്. ഇവിടെ എല്ലാം അവിടെ ഓരോ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ടാവും നമ്മൾ എന്ത് കാണുമ്പോഴും. അതേപോലെ ടീ ഫാക്ടറി കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ഇത് രണ്ടും ഒരേ സെക്ഷനിൽ തന്നെ വരുന്നതാണ്. അപ്പം നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോകുന്ന സമയത്തും അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ തരും. കാരണം അവിടെ ഉണ്ടാക്കുന്നത് ആയത് കാരണം നല്ല ടേസ്റ്റാണ്. മീൻസ് അവരെന്നെ ഇതാക്കുന്നതല്ലേ. ചോക്ലേറ്റ് ഫാക്ടറിക്ക് അകത്ത് ചോക്ലേറ്റ് മാത്രമല്ല ഫഡ്ജും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ചോക്ലേറ്റിനേക്കാളും ടേസ്റ്റ് തോന്നിയത് ഫഡ്ജ് തന്നെയായിരുന്നു. ആ ചോക്ലേറ്റിൻ്റെയും ഫഡ്ജിൻ്റെയും സെക്ഷനിൽ തന്നെ അവർ നമ്മുടെ കയ്യിലുള്ള ബാർകോഡൊക്കെ സ്കാൻ ചെയ്ത് അവരത് അവിടെ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ ബില്ലിങ് വരുന്നത് ഇത് താഴത്തെ സെക്ഷനിലാണ് കേട്ടോ. ഇവിടെ തന്നെ കുറേ ഹാൻഡ് മെയ്ഡ് തിങ്സ്, ബാഗ്സ്, ക്ലോത്ത്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെയാണ് സൈഡിലായിട്ടാണ് ഈ ബില്ലിങ് സെക്ഷൻ ഉള്ളത്. അവിടെ പോയിട്ട് നമ്മൾ ബില്ലൊരു സെക്ഷനിൽ കൊടുത്തിട്ട് ടേക്ക് അവേ കൗണ്ടർ അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. ഫഡ്ജ് ബോക്സ്, ഇത് വന്നിട്ട് മറ്റേ ചോക്ലേറ്റ് ബോക്സ്. എന്തായിരുന്നു എന്ത് മിക്സ് എയ്സ് എയർ എന്തായിരുന്നു പേരെന്താ ബോക്സിന്റെ? എക്സിറ്റ് എങ്ങനെ അടിക്കുക? ഇങ്ങനെ അടിച്ചാൽ മതിയോ? ഞാൻ അടിക്കട്ടെ. അങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ഒരു കംപ്ലീറ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷനാണ് കേട്ടോ. ഇവിടെ മറ്റേ സിപ്പ് ലൈന്, പിന്നെന്താ പറയുക, മറ്റേ ഈ ഇങ്ങനെ നടക്കൂലേ, നമ്മളിങ്ങനെ ഒരു ലാഡർ പോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൽ നടക്കില്ല. അതിനെന്താ എനിക്കറിയില്ല എന്താ പറയുക എന്നുള്ളത്. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളും കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ, അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസ്, അങ്ങനത്തെ മോഡാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ. ഈ കാണുന്ന സെക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തായാലും സിപ്പ് ലൈൻ്റെ ഒന്ന് എമൗണ്ട് നോക്കാമെന്ന് പറഞ്ഞപ്പം അവിടെ ഒരു പെർ പേഴ്സൺ 1500 ആയത് കാരണം നമ്മൾ മിഷൻ അബോട്ടഡ്. നമ്മൾ നോക്കിയില്ല, കാരണം കുറച്ച് റേറ്റ് കൂടുതലായതുപോലെ തോന്നി. കാരണം വലിയ സിപ്പ് ലൈൻ അല്ല, ചെറിയ സിപ്പ് ലൈനാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സംസാരിച്ചാൽ പുക വരുന്നത്, അധികം പുക വരില്ല, പക്ഷെ എന്തായാലും പുക വരട്ടെ. അതൊക്കെ അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ അടിക്കുന്ന സമയത്ത് ഒരു ട്രൈബൽ ഷോപ്പ് കണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു സാരീസ് ഒക്കെ വന്നിട്ട് ട്രൈബൽസ് അവരിങ്ങനെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, പ്ലാന്റ്സിൻ്റെ അങ്ങനെ കുറേ ലീഫ്, അതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് സാരീസ്, പിന്നെ ഫുൾ കംപ്ലീറ്റ് ട്രൈബൽ പ്രോഡക്ട്സ് ഇടുന്ന ഒരു ഏരിയ. അങ്ങനെ ഗായ്സ് നമ്മളൊരു 6:30-7 മണിയോടുകൂടി തിരിച്ച് നമ്മുടെ ബാക്ക് ടു ഹോസ്റ്റലെത്തി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6:30-ക്ക് ശേഷം വേറൊരു പരിപാടിയില്ല, മൂടി പുതച്ച് പോയി കിടന്നുറങ്ങുക എന്നുള്ളതാണ്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല ബോൺഫയർ 8 മണിക്കുണ്ട്. അപ്പം ഒന്നുമില്ലെങ്കിലും നമ്മൾ അത് മാത്രം അറ്റൻഡ് ചെയ്യണം ഗൈസ്. അപ്പം ആ ലക്ഷ്യം വെച്ച് നമ്മൾ വന്നിട്ടാണ്. ഞാനിപ്പോ ചാവും. അങ്ങനെ ബോൺഫയർ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം ഫുഡ് ഓർഡർ ചെയ്തു. നമുക്ക് ഹോസ്റ്റലിൽ തന്നെ ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൻ്റെ ലിങ്ക് നമുക്ക് അവർ ഷെയർ ചെയ്ത് തരും. നമുക്ക് ആ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിൽ നമ്മളെ വിളിക്കുന്ന നമ്മുടെ ഫുഡ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വന്നിട്ട് ഫുഡ് കളക്ട് ചെയ്തിട്ട് ഇതേപോലെ കഴിക്കുക. അപ്പം ഞാൻ നല്ല തണുപ്പായത് കാരണം തന്നെ എന്തെങ്കിലും ഹോട്ടായിട്ട് കുടിക്കാമെന്നുണ്ട്. ഞാൻ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഹോസ്റ്റലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവിടെ തന്നെ ഫുഡ് ട്രൈ ഔട്ട് ചെയ്യണം. കാരണം അത്രയും വേർത്താണ്, നല്ല ക്വാണ്ടിറ്റി, അഫോർഡബിൾ പ്രൈസാണ്, എല്ലാം സൂപ്പറാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഓർഡർ ആക്കിയത് ബട്ടർ പറാത്തയും പിന്നെ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ആയിരുന്നു. അമ്മേ ടേസ്റ്റ് വൈസ് ഇറ്റ്സ് സോ യം.
ബോൺഫയർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഞാൻ ബോൺഫയർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമേ കണ്ടിരുന്നു, ചെറുതാണെന്നറിയാം, പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഒരു പാട്ട് പിന്നെ എല്ലാവരും കൂടെ ഒന്ന് വന്നിരുന്നു അങ്ങനെയൊക്കെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷനിലുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനൊന്നും ആയിരുന്നില്ല. നമ്മൾ ചെറിയ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കുറച്ച് പേര് വന്നിട്ട് ആ ഒരു ചൂട് കാഞ്ഞ് അങ്ങനെ പോകുന്ന സെറ്റപ്പ് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂട് കൊള്ളാന്നുള്ള സംഭവം മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Until then, it's a bye from me. Ta-ta. Love you all.